ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള രണ്ട് ഷൂ, അതേപോലെ തന്നെ രണ്ട് ഡ്രസ്സ്, പിന്നെ അതേപോലെ ഒരു ഫുഡ് വെയർ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇതേപോലെയാണ് നമ്മുടെ ഈ ചെരുപ്പ് വരുന്നത്. ഇതെന്താ വെച്ചാല് കാണാൻ അടിപൊളിയാണ്, കാലിട്ടാലൊക്കെ നല്ല രസം കാണാനായിട്ട്. പക്ഷെ കുറച്ചൊരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം ഒന്നല്ല. കാലിട്ട് കിടക്കുന്ന സമയത്ത് കുറച്ച് പെയിന്റ്, പിന്നെ അതേപോലെ ഞാൻ എപ്പോഴും 5 യൂക്കാണ് സെലക്ട് ചെയ്യാറുണ്ട് ഫുഡ് വെയർ. കറക്റ്റ് ആവാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സൈസ് എക്സ്ട്രാ എടുക്കണം കേട്ടോ. നിങ്ങൾ ഈ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ നോർമൽ ഏതാണ് എടുക്കുന്നത് അതിനെക്കാട്ടും 1 സൈസ് കൂടുതൽ എടുക്കണം. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഷൂ ടൈപ്പ് അല്ലാണ്ടൊക്കെ 5 UK കറക്റ്റ് ആണ്. പക്ഷെ ഇത് വന്നിട്ട് കുറച്ച് എനിക്ക് ടൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. ഈ ഒരു സ്റ്റോൺ കൂടെ ഇടുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് ചെരുപ്പല്ലേ. ഇത് വന്നിട്ട് ഒരു ഷൂ ആണ് കേട്ടോ, നല്ല അടിപൊളി. എനിക്കൊരു ഷൂ ഞാൻ കുറെ ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഒരു വാക്കിംഗ് ഷൂ അല്ലെങ്കിൽ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴാണ് വേണ്ടിയിട്ട്. ഇപ്പൊ കുറച്ച് തടി കൂടിയും കൊണ്ട് ഒരു ട്രെഡ്മില് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഓടാനായിട്ട് എന്തായാലും ഷൂ വേണമല്ലോ വെച്ചിട്ട് അങ്ങനെ എടുത്താണ് ഈ ഒരു ഷൂ. നല്ല രസം കേട്ടോ കാണാനായിട്ട്. അതേപോലെ ഇടാനായിട്ട് നല്ല കംഫർട്ടാണ്. ഇതിന്റെ ഉള്ളൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇടാൻ എനിക്ക് നല്ല ഇഷ്ടം തോന്നി. അതേപോലെ ആ ഷെയ്ഡിലൊക്കെ പിന്നെ ഒരു പീച്ച് ലൈൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഷൂ ആണ് ഈ കാണുന്നത്. ഇത് കാണിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡാർക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒക്കെ നമ്മൾ ആമസോണാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷൂ ആണ്. ഇത് കുറച്ചും കൂടെ മുൻപ് മേടിച്ചിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് നമ്മളുടെ പ്യൂമേന്റെ ആണ് കേട്ടോ. ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ ഏട്ടന്റെ കാല് കുറച്ച് എന്താ പറയാ തടി കൂടുതലുള്ള കാലാണ്. കാല് നീട്ടം കുറവാണ്, പക്ഷെ നല്ല ഉരുണ്ട കാലാണ്. അപ്പൊ എന്തെങ്കിലും കുറച്ച് ഏട്ടൻ ടൈറ്റ് ആയതുകൊണ്ട് ഇതും ഞാൻ തന്നെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴാണ്. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞ ക്യാമ്പസിന്റെ ആണ്. ഇതിന്റെ സൈസ് എനിക്ക് തോന്നുന്നു ഇത് 7 UK ആണ്. 7 UK ആണ്. എന്റെ ഷൂ 6 UK ആണ് കേട്ടോ വരുന്നത്. എനിക്ക് ഷൂ എടുക്കുന്ന സമയത്ത് 6 UK വേണം. ഇതാണ് പ്യൂമേന്റെ അടുത്തുനിന്ന് വരുന്നത്. ഇതിനെക്കാട്ടും കുറച്ചും കൂടെ നമുക്ക് ഓടുമ്പോഴൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഒന്നും കൂടെ സോഫ്റ്റ് ആണ് അത്. അപ്പൊ ഇത് വന്നിട്ട് പ്യൂമേന്റെ ഈ ഒരു ഷൂ മേടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ഡ്രസ്സാണ് മേടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഫ്ലെയർ ആയി കിടക്കുന്ന ടൈപ്പ് ഇല്ലേ, ഈ ഒരു പാറ്റേൺ വരുന്ന ഡ്രസ്സ്. 3x4 സ്ലീവ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്കൊരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ നെക്കിൽ ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരും, ഇങ്ങനെ ഫ്ലെയർ ആയിട്ടുള്ള കിടക്കുന്ന ടൈപ്പിലാണ്. ഇതാണ് ടോപ്പ് വരുന്നത്. ഇതേ സെയിം ഒരു പ്രിന്റ്, സെയിം കളർ തന്നെയാണ് ഇതിന്റെ പാന്റും ഷോളൊക്കെ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഡ്രസ്സിന്റെ പാന്റ് വരുന്നത്. അതേപോലെ തന്നെ ഇതാണ് ഷോള് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതും ഒരു കോട്ടൺ തന്നെ ടോപ്പും അതേപോലെ തന്നെ പാന്റ് ഒരു കുർത്തയാണ് വരുന്നത്. ഒരു ചെറുപയർ പച്ച എന്നൊക്കെ പറയാൻ പറ്റുമോ, അതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതേപോലെയാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. എനിക്ക് ചേരുന്നുണ്ടല്ലേ, കളർ എനിക്ക് ഇഷ്ടമായി. ചെറിയ തീരെ സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട്. ഇതേപോലെ കട്ടിങ് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ് കേട്ടോ. ഇവിടെ സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിന്റെ സൈസ് എക്സ്ട്രാ ലാർജിന്റെ മേലേക്കായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്മോൾ സൈസ് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ 3x4 സ്ലീവ് വരും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കും.